കുറച്ച് നാളായിട്ട് വിചാരിക്കുവാണ് ഒരു ഫൗണ്ടേഷൻ മേടിക്കണമെന്ന്. കാരണം പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മുഖത്തിടാനായിട്ട് പൗഡർ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ മോയ്സ്ചറൈസറും. അപ്പോൾ പിന്നെ ഒരു ഫൗണ്ടേഷൻ മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ലാക്മേ 925cc ക്രീമാണ് ഞാൻ മേടിച്ച ഫൗണ്ടേഷൻ്റെ പേര്. ഈ ഒരു ഫൗണ്ടേഷൻ 6 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ബെയ്ജ്, ഫ്രാപ്പ്, ഹണി, ബ്രോൺസ്, കാരമൽ, ആൽമണ്ട്, ഇങ്ങനെ 6 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. 399 രൂപയായിരുന്നു. പക്ഷേ ഓഫറിലാണ് ഞാൻ മേടിച്ചത്. ആൽമണ്ട് ഷെയ്ഡാണ് ഞാൻ മേടിച്ചത്. SPF 30++ ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സൺ പ്രൊട്ടക്ഷനൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇപ്പം ഞാനിത് ഇടാൻ പോണത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല. വീടിനകത്ത് ഇരുന്നപ്പോൾ വെറുതെ ഒന്ന് റെഡി ആയാലോ എന്ന് വിചാരിച്ചു. വീടിനകത്തും ഇനി പുറത്ത് പോയാൽ തന്നെ അധികം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. ഇപ്പോഴാണെങ്കിൽ ത്രെഡിങ് പോലും ചെയ്തിട്ടില്ല. ഇതൊക്കെ തേച്ച് പിടിപ്പിക്കുന്നതിന് മുന്നേ മുഖം ഒന്ന് വൃത്തിയായിക്കോട്ടെ എന്ന് കരുതി ഫേസ് വാഷ് ഇട്ട് മുഖം ഒന്ന് കഴുകിയിട്ട് ബയോട്ടിക്കിൻ്റെ ഫേസ് വാഷ് കയ്യിലുണ്ടായിരുന്നു. അതിട്ട് ആദ്യമേ പറയേണ്ട ഒരു കാര്യമായിരുന്നു. ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ വെറുതെ വീട്ടിൽ ഇരുന്നപ്പോൾ എനിക്ക് പുതിയ ഫൗണ്ടേഷനും കയ്യിൽ കിട്ടിയപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കയ്യിലുള്ള ബാക്കി മേക്കപ്പ് കൂടെ യൂസ് ചെയ്തു. വീഡിയോ എടുത്ത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ അടുത്തുള്ള മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ അടുത്ത് തപ്പിപ്പിടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ നോക്കിയപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്ക് കാണാനില്ല. എന്നാൽ പിന്നെ ലിപ് ബാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നിവ്യയുടെ ഒരു ലിപ് ബാം ഉണ്ടായിരുന്നു കയ്യിൽ. അതിന് കുറച്ച് പിങ്ക് കളറൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ മുഖത്ത് തേച്ചിട്ട് വലിയ വ്യത്യാസമൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഈ നിവ്യയുടെ ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, ഞാൻ ഫൗണ്ടേഷൻ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇതിന് മുൻപൊന്നും ഞാൻ നിവ്യയുടെ യാതൊരുവിധ ഫേസ് ക്രീമോ ബോഡി ലോഷനോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. അതിൻ്റെ സ്മെല്ലങ്ങ് ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ ഞാൻ കുറച്ചധികം അങ്ങ് വാരി തേച്ചോ എന്നൊരു ഡൗട്ട്. എന്തായാലും മേക്കപ്പ് ഇടുമല്ലേ, എന്നാൽ പിന്നെ ഇരിക്കട്ടെ. ക്രീം മുഖത്ത് തേച്ച് പിന്നെ കുറച്ച് നേരം എൻ്റേതായ രീതിയിൽ ഞാൻ കുറച്ച് മസാജിങ് ഒക്കെ മുഖത്ത് ചെയ്തു. വലിയ കാര്യമൊന്നുമില്ല, പിന്നെ എൻ്റെ ഒരു സന്തോഷം. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം മുഖത്ത് തേക്കാൻ പോകുന്നത്. ആദ്യം ഫൗണ്ടേഷൻ എടുത്ത് കയ്യിലേക്ക് തേച്ചു. അതിൻ്റെ മണം ഉണ്ടല്ലോ നല്ല നൈസാണ്. ഇനിയിപ്പോൾ എന്താ ഇത് മുഖത്തേക്ക് തേച്ച് കൊടുക്കുക. അപ്പം ഞാൻ കുറേശ്ശെ മുഖത്ത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കാൻ തുടങ്ങി. അതിന് നല്ലൊരു സ്മെല്ലായിരുന്നു. പിന്നെ ലാക്മേയുടെ ഈ ഫൗണ്ടേഷൻ 6 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അതിൽ ഞാനിപ്പോൾ തേച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഡാണ് ആൽമണ്ട്. അപ്പോൾ ഈ ആൽമണ്ട് ഷെയ്ഡ് എനിക്ക് ആര് റെക്കമെൻഡ് ചെയ്തെന്ന് ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ട് റിയ അല്ല, ChatGPT ആണ്. അതായത് സ്കിൻ നല്ല ഡാർക്ക് കളർ ആയതുകൊണ്ട് എനിക്ക് ഫൗണ്ടേഷൻ മേടിക്കാൻ തന്നെ മടിയായിരുന്നു. കാരണം ഓൺലൈനായിട്ട് മേടിക്കാനാണ്. കടയിൽ പോയി മേടിക്കുന്നതും ഓൺലൈനായിട്ട് മേടിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എത്രത്തോളം എൻ്റെ കളറിന് സ്യൂട്ടബിൾ ആകും എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാനതങ്ങ് ഇട്ട് നോക്കുവാണ്. അത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുഖത്ത് തേക്കുമ്പോൾ ഞാൻ ഭയങ്കര ലിമിറ്റായിട്ടാണ് തേക്കാറ്. കാരണം അത് ഒത്തിരി ആയിട്ട് അത് ഇങ്ങനെ എടുത്ത് നിൽക്കുമല്ലോ എന്നോർത്തിട്ട് ഞാൻ മടിച്ചാണ് പിശുക്കിയാണ് എടുക്കാറ്. പക്ഷേ ഇതിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ബെറ്ററായ പോലെ ഉണ്ട്. ഫേസിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും മേക്കപ്പ് ചെയ്യുക. എന്നാൽ പിന്നെ ഐലൈനർ വെച്ച് കണ്ണും കൂടി എഴുതുന്ന കാര്യത്തിലും ഞാൻ എക്സ്പെർട്ട് അല്ലാന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ. അടുത്ത സ്റ്റെപ്പ് ഒന്നുകൂടെ ലിപ് ബാം ഇട്ടു. പിന്നെ മുടി ഒന്ന് കെട്ടി വെക്കണം. വീട്ടിൽ നിൽക്കുമ്പോൾ സാധാരണ ഈ രീതിയിലാണ് മുടി കെട്ടാറ്. ഇപ്പോൾ വീഡിയോ ചെയ്യണതുകൊണ്ട് കുറച്ചുകൂടെ വൃത്തിയാക്കി മുടി കെട്ടാൻ ശ്രമിച്ച്. അപ്പോൾ മുടി കെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോഴാണ് ഓർത്തെ പൊട്ട് തൊട്ടില്ല, എന്നാൽ പിന്നെ പൊട്ടും കൂടെ തൊട്ടേക്കാം. ഫൗണ്ടേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ ഞാൻ ഈ കഷ്ടപ്പാട് മൊത്തം ചെയ്തത്. ഫൗണ്ടേഷൻ വലിയ കുഴപ്പമില്ല. ആൽമണ്ട് ഷെയ്ഡ് എനിക്ക് അത്യാവശ്യം ചേരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനെടുത്ത ഫൗണ്ടേഷൻ്റെ അളവ് അധികമൊന്നും ഇല്ലായിരുന്നു. ഇച്ചിരി ക്വാണ്ടിറ്റി കുറച്ചാണ് എടുത്തത്. ഒരുപാടെടുത്ത് മുഖത്ത് തേച്ചാൽ പിന്നെ എനിക്കതൊരു കോൺഫിഡൻസ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. അപ്പോൾ ഈ സ്കിൻ ടോണിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുവാണ്, ഈ ഒരു ഷെയ്ഡ് വലിയ കുഴപ്പമില്ല, നമ്മുടെ സ്കിൻ കളറിന് ചേരുന്നുണ്ട്. ഫൗണ്ടേഷൻ ഇനി നോക്കുമ്പോഴത്തേക്കും ഇതൊന്ന് മേടിച്ച് ട്രൈ ചെയ്യാൻ കൊള്ളാവുന്നതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്ത് സാധനമാണെങ്കിലും മുഖത്ത് തേക്കുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യണം. പക്ഷെ ഞാൻ മറന്നു. അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത്. ഫേസിലോ അല്ലെങ്കിൽ സ്കിന്നിലോ എന്ത് അപ്ലൈ ചെയ്യുവാണെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രമാണ്, അത് അലർജിയൊന്നും ഇല്ലയെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം മുഖത്തോ അതുപോലെ സ്കിന്നിൽ എവിടെയാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ നിങ്ങൾ പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.